ഹേ ഗൈസ്, മാസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, FC ആണ് ഗൈസ്. എനിക്ക് തോന്നുന്നു 19 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്കായിരുന്നു എനിക്ക്. നിങ്ങൾക്കും പരീക്ഷയാണെന്ന് തോന്നുന്നു, അറിയില്ല, കഴിഞ്ഞോന്നും അറിയില്ല നിങ്ങൾക്ക്. എൻ്റെ ഇന്നാണ് കഴിഞ്ഞത്. മാക്സിമം ഇന്ന് തൊട്ട് ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ നോക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇതൊക്കെ നോക്കട്ടെ ഗൈസ്, അതിൻ്റെ ഓക്കെ. നിങ്ങളിവിടെ കാണും 110 ഓവിയറായി ഗൈസ്. ഇത്രയും നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല, എന്നാലും ഞാൻ ഇത്തിരി നേരം ഞാൻ ഇത് FC കളിക്കും. അപ്പോൾ ഞാൻ മറ്റേ പുതിയതായിട്ട് വന്ന സ്ലാട്ടൻ ക്രോണിക്കിൾസിൽ കളിച്ച് എല്ലാം കളിച്ച് എന്നിട്ട് ഈ സ്ലാട്ടനൊക്കെ ഞാൻ ഇത്രയും സിമ്പിളാണെന്ന് വിചാരിച്ചില്ല സ്ലാട്ടനെ കിട്ടാൻ. എനിക്ക് സ്ട്രൈക്കർ ഒരു കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എൻ്റെ സ്ട്രൈക്കർ നേരത്തെ ഏതൊരു CDM എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. CDM ആയിരുന്നു. ഇപ്പോൾ ഇതെനിക്ക് ഈ സ്ലാട്ടനെ കിട്ടി. ഇനി ഈ സ്ലാട്ടനെ കിട്ടണം. പിന്നെ ഇത് എന്താണെന്നറിയില്ല, ഇത് GK സ്ലാട്ടൻ 108ൻ്റെ GK സ്ലാട്ടൻ. അതെനിക്ക് ഞാൻ അതെങ്ങനെ കിട്ടിയെന്ന് ഒരു വലിയ കഥ തന്നെയുണ്ട്. 110 ആയത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സ്ലാട്ടൻ ഉണ്ട്. ആ കഥ ശരിക്കും പറഞ്ഞാൽ 109 വരെ സിമ്പിളായിരുന്നു എനിക്ക് എത്തിക്കാൻ. സിമ്പിളല്ല, അത്യാവശ്യം പാടുണ്ടായിരുന്നു. 110ലേക്ക് എത്താൻ ഭയങ്കര പാടാണ്. 109ൻ്റെ ഈ പാച്ചോവിനെ ഈ പ്ലെയർ എനിക്ക് പാരീസിലെ ഒരു പ്ലെയർ, ഈ പ്ലെയറിനെ വെച്ചിട്ട് ഞാൻ ഓർത്ത് 110 ആവുമെന്ന്. എന്നിട്ടായില്ല. ഞാൻ പിന്നെയാണ് ഇത്തിരി ദിവസം കഴിഞ്ഞിട്ടാണ് സ്ലാട്ടൻ ക്രോണിക്കിൾസ് ഇത് വന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ റെഡ് കളറല്ലല്ലോ നമുക്ക് തന്നെ ഈ ബോളിൻ്റെയും പിന്നെ ഈ ട്രെയിനിൻ്റെ ഈ സാധനത്തിൻ്റെയും റെഡ് അല്ലല്ലോ, ഒരു മഞ്ഞ പോലത്തെ കളറല്ലേ. ഇതുപോലത്തെ കളറല്ലേ തന്നെ. സർക്കിൾ ചെയ്തിടാം. ഇതുപോലത്തെ കളറല്ലേ തന്നെ. ഇത് അതുപോലത്തെ കളർ നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ മാച്ചും ഈ ട്രെയിനിങ്ങും എല്ലാം കളിച്ചാൽ നമുക്ക് ഈ 107ൻ്റെ ST സ്ട്രൈക്കറിൻ്റെ ഇബ്രാഹിമോവിച്ച് കിട്ടും. അപ്പം ഞാൻ കിട്ടിയിട്ട് ഞാൻ ടീമിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇത്തിരി ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ദിവസം കഴിഞ്ഞാൽ അന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ ഈ സ്ലാട്ടൻ ക്രോണിക്കിൾസിൻ്റെ അന്ന് തന്നെ ഞാൻ ഈ റെഡും കണ്ടു. റെഡിൻ്റെ അന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നേ. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അയ്യോ ഞാൻ എന്തിനും ബാക്ക് അടിച്ചാണെന്നേ. ഞാൻ സാധാരണ ഇൻട്രോയിൽ നിന്നാണ് എനിക്കിത് ഈ 107 ഇബ്രാഹിമോവിച്ചിനെ കിട്ടിയത്. ഞാൻ നോക്കുമ്പോൾ ഈ 108ൻ്റെ ആവള്ള, ഞാൻ ഓർത്ത് കിട്ടൂലെന്ന്. പിന്നെ സൈഡിലേക്ക് ആക്കിയപ്പോൾ ഇപ്പോൾ ഇത് ക്ലെയിം ചെയ്യാനില്ലായിരിക്കും. അതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ക്ലെയിം ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ക്ലെയിം ചെയ്യാൻ കിടക്കണ് ഞാനില്ല. എന്നിട്ട് ക്ലെയിം ചെയ്തിട്ട് ഞാൻ ടീമിൽ ഒന്ന് നോക്കിയപ്പോൾ ഇല്ലേ, സ്ട്രൈക്കറായിട്ടൊരു ഇബ്രാഹിമോവിച്ച് ഉണ്ട്. പിന്നെ ഞാൻ മറ്റേ പുതിയതായിട്ട് കിട്ടിയ ഇബ്രാഹിമോവിച്ച് ഇല്ലേ 108ൻ്റെ, അത് ഞാൻ സ്ട്രൈക്കറിന് വയ്ക്കാൻ നോക്കിയിട്ട് പറ്റില്ല. ഞാൻ വീണ്ടും നോക്കി പറ്റില്ല. പിന്നെ മനസ്സിലായ ഓൾറെഡി ഒരു ഇബ്രാഹിമോവിച്ച് ഉണ്ടല്ലോ. പിന്നെ ആ ഇബ്രാഹിമോവിച്ചിനെ മാറ്റി ഹാലൻഡിനെ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യാൻ നോക്കിയിട്ടും പറ്റില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇല്ലേ ഈ 108ൻ്റെ ഈ ഇബ്രാഹിമോവിച്ച് നോക്കുമ്പോൾ GK കാണണം. ഞാൻ GKയിൽ ഇട്ടപ്പോൾ 110 ആയില്ല. എൻ്റെ കയ്യിൽ 2 മാച്ച് റാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാങ്ക് അപ്പ് 110 ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ 110 OVRുമായി. ഇതാണിപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ടീം. എൻ്റെ വേറൊരു ടീമും കൂടി ഉണ്ട്. ഇതാണ് എൻ്റെ വേറൊരു ടീം. ഇതിലെ ഫോർമേഷൻ 4-3-3 ഹോൾഡിംഗ് ആണ്. ഇതിലെ 4-3-3 അറ്റാക്കാണ്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ മറ്റേ 107 ഇത് മറ്റേ ഇബ്രാഹിമോവിച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ പണ്ടത്തെ GK മാർട്ടീനസ്. ഈ മാർട്ടീനസ് വലിയ സേവ് ഒന്നും ചെയ്യില്ല ഗൈസ്, വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇന്ന് നമ്മൾ ഒരു മാച്ച് കളിക്കാൻ ഗൈസ്. ഇവിടെ വല്ല റിവാർഡും ഉണ്ടോ? ഇല്ല, പറയാൻ പറ്റൂല. ഞാൻ ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് ചിലപ്പോഴെങ്കിൽ മൂഞ്ചും, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഞാൻ കയറിയേക്കാണ്. ആരാണോ എന്നെ വലിയ അറ്റാക്കൊന്നും എന്നുവെച്ചാൽ ഇവരുടെ വലിയ അറ്റാക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ന്യൂബ്സാണ്. അയ്യോ, ഞാൻ ന്യൂബ്സാന്ന് പറയാനുള്ള ഇവന്മാരെങ്ങനെ തോപ്പിച്ച കാണക്കേടാ. 110 ഉയരുണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഇപ്പോൾ ഡിഫെൻസ് ഇപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ അറ്റാക്കാണ് വലിയ ഇതില്ലാത്ത. ഇവൻ്റെ ഫോർമേഷൻ ഈ അവന് പറ്റിയ പ്ലേയേഴ്സിന് പറ്റിയ ഫോർമേഷൻ ആണെങ്കിൽ അവന് മിക്കവാറും അവന് എത്രയാണോ ഓവിയർ, അപ്പോൾ മിക്കവാറും അവൻ്റെ ഓവിയർ കൂടും. യങ്ങാണ്. ഇവിടെ നിന്നൊരു ക്രോസ് കൊടുക്കാം. സണ്ണെ ഹെഡ് ചെയ്യും, പറ്റില്ല. എടാ ഓക്കെ ഹാലൻഡ് പിടിച്ചേക്കുമല്ല, ഗോളടിച്ചേക്കുവാണ് ഗൈസ്. ഞാൻ അറ്റാക്കിലേക്ക് ശരിക്കും പറഞ്ഞ ഞാൻ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സ്ലാറ്റിൻ്റെ റിവ്യൂ എടുക്കാനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ വേറെ എന്തുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അവന്മാരുടെ കയ്യിൽ പന്ത് കൊടുക്കാം, അവന്മാർ അടിക്കട്ടെ, എന്നെ അടിച്ചോട്ടെ. ഇബ്രാഹിമോവിച്ച് സേവ് ചെയ്തൊന്നും അറിയില്ല, നോക്കാം. അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഇബ്രാഹിമോവിച്ച് സ്ട്രൈക്കർ അല്ലേ, പിന്നെന്ത് GK അല്ലേ? എനിക്കറിയില്ല എന്ന് ചോദിക്കുക. ഈ GKയും ഇബ്രാഹിമോവിച്ച് കളിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ കാണാറില്ല. വീണ്ടും ഹാൻഡ് അടിച്ചേക്കുവാണ്. ഞാൻ ഫുട്ബോൾ ഇങ്ങനെ റിയൽ മാച്ച് അങ്ങനെ കാണാറില്ല. ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ, ഇങ്ങനെ ആരാ ജയിച്ച് ആരാ തോറ്റത് അതെങ്ങനെ നോക്കും. ഞാൻ അങ്ങനെയായിട്ട് അങ്ങനെ കാണാറില്ല, എന്നുവെച്ചാൽ കളി കാണാറില്ല എന്നർത്ഥം. അവന്മാർക്ക് വീണ്ടും ചാൻസ് ഉണ്ട്. ഞാൻ വിട്ടു കൊടുക്കണം കേട്ടോ വയസ്സ്. ഇതാരാ യങ് വിട്ടു കൊടുക്കല്ല. ഒരു ലോങ് ത്രോ. സൂപ്പർ. ഇത് അങ്ങ് അയ്യത്ത് പോയി കിടന്നു ഗൈസ്. അത് സണ്ണിനെ കൊണ്ട് ഇവിടെ നിന്നൊരു ലോങ് റേഞ്ച് അടിപ്പിച്ച് നോക്കാം. ഞാൻ എന്നാ അവന്മാർ ചെയ്തേ? എനിക്ക് തോന്നുന്നു അവന്മാർ റെഫറിക്ക് കാശ് കൊടുത്തു. പാസ് ചെയ്ത് കളിക്കാം. കറക്റ്റ് ഹാലൻഡിനെ കാലിലെത്തിയപ്പോൾ വിശ്രൂതി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബുള്ളറ്റൊക്കെ പോകുന്നുണ്ട്. അയ്യോ ഞാൻ എന്തിനാ ഇങ്ങനെ വാങ്ങിക്കണേ? അവന്മാർ വാങ്ങിക്കടാ. എടാ ജെറാടെ, നീ ഈ കളിയിൽ നീ ബോൾ വാങ്ങിക്കണ്ട, ബോൾ കൊടുത്താൽ മതി. തൽക്കാലത്തേക്ക് ഒരു ഗോൾ അടിച്ച് വെച്ചേക്കാം. അത് ഞാൻ മനഃപൂർവ്വം വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ് ഗൈസ്. എടാക്ക് കുഴപ്പമില്ല. അവന്മാർ പോട്ടെ. എനിക്ക് വേണ്ട. ആരും അവൻ്റെ പുറകെ പോകണ്ട. നമ്മളതിന് വേണ്ടിയല്ല. എടാ അവന്മാർ പറഞ്ഞു ഇത്തിരി എന്താ പോസ്റ്റിൻ്റെ ഇബ്രാഹിമോവിച്ചിൻ്റെ വായി എത്തുമ്പോഴാണ് അവന്മാരെ അടിക്കാൻ നോക്കുന്നത്. ഏതാ ബുദ്ധി.
ഇത് ഇപ്പോൾ ഇവനും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ, അവിടെ എത്തുമ്പോഴാണ് അവൻ അടിക്കാൻ നോക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല സേവൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഈ ഇബ്രാഹിമിച്ച് സേവ് ചെയ്യണേ. അവിടെ ജെറാഡ് എന്താ അടിക്കാതിരുന്നേ? നമുക്ക് 2 ഗോള് അല്ല 3 ഗോളായില്ലേ? ആയില്ല അല്ലേ? ഇന്ന് ഗോൾ അടിച്ചിട്ടെന്ന് കാര്യമുള്ളൂ. അടിക്കും മാച്ച് ചെയ്യൂലോ ഇപ്പോൾ. മിക്കവാറും ഇപ്പം തന്നെ മറ്റേ ബെല്ലടിക്കുമെന്നോ ഈ വിസിലൂതും. അത് ഗോളാക്കി. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നൊക്കെ ഓപ്പണൻ്റ് കേൾക്കണ്ടെന്ന്. ഇബ്രാഹിമിച്ച് അതെന്തായാലും ഗോളാവും. ഏത് വലിയ മറ്റേ 107-ൻ്റെയോ 109-ൻ്റെ എങ്ങാണ് ഡൊൺറൂമില്ലേ, അവൻ അവിടെ വന്ന് നിന്നാലും മിക്കവാറും ഗോളാവുമായിരിക്കും. പിന്നെ ഈ 111-12 OVR ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. 111 ഞാൻ ഇന്നലെയാന്ന് തോന്നുന്നു ഇതാക്കിയ 110. ഇതെന്നത് ലെഗസി പോയിൻ്റ് ഇതൊക്കെ എന്നാ? ഞാൻ മാച്ച് കളിക്കാറില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എന്താണെന്ന്. അങ്ങനെ മാച്ച് കളിക്കാറില്ല ഞാൻ. വരുവാണെങ്കിൽ വല്ല ജെംസൊക്കെ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ പാക്കൊക്കെ തുറക്കും. അതിനാണ് ഞാൻ വന്നത്. പിന്നെ ഒരു വേഴ്സസ് അറ്റാക്കും കൂടി കളിക്കാം. ഇപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയാലോ ഗൈസ്? അത്യാവശ്യം ലെങ്തായി വീഡിയോ. ഞാൻ എന്താ പറയുക, എത്രയിലാണ് ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോഴേ വന്നെ ഈ 102 കഴിഞ്ഞ് വന്നതല്ലേ ഞാൻ. 100-ൻ്റെ താഴേന്ന് തുടങ്ങിയ ഞാനാ ഇപ്പോൾ 110. ഏതാലേ, ഒരു 100 കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ 102 ഓരോ OVR കൂടുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ 100 കഴിയുമ്പോൾ ഒരു വേറെ ഒരു സന്തോഷമാണ്. പിന്നെ 110 ആകുമ്പോൾ പറയേണ്ട കേസ് സീൻ സന്തോഷം. ഞാൻ മിണ്ടാണ്ടിരുന്ന് കളിക്കണം കേസ്. അതൊക്കെ അത്രേ ഉള്ളൂ. 110 ആക്കുമ്പോൾ ഒരിതാണ് എന്നാ ഒരു സന്തോഷമുണ്ട് കേസ്. അത് പറഞ്ഞ് അറിയിക്കാൻ വയ്യ. അതെന്ത് ജെറാഡ് അങ്ങനെ അടിച്ചത്? അതെങ്ങനെയാ ഗോളായേ? ഹാലൻഡ് സീനായിട്ട് ഗോളടിച്ചിട്ട് കേസ്. അവന്മാരൊരു ഗോളടിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ 7 ഗോളാവാൻ പോവുക കേസ്. ഇത് 7 ഗോളാവും, അല്ലെങ്കിൽ ഞാൻ സണ്ണിനെ പുറത്താക്കും. രണ്ടാമത്തെ ഗോൾ അടിച്ചാ? ഇതുവരെയായിട്ടും 2 അടിച്ചുള്ളൂ. അത്രയും ഈ മാൾഡീനിയും പിന്നെ മറ്റേ നമ്മുടെ നമ്മുടെ ഡിഫൻസ് ഞാൻ നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഗോളി പറയണ്ടല്ലോ ഇബ്രാഹിമിച്ച്. ആർക്കറിയാം നന്നായിട്ട് സേവ് ചെയ്യണ്ടോന്ന്. വേൾഡ് ക്ലാസ് 4 ആയി. ഒരു മാഷാനെ കിട്ടൂലേ? നമുക്കില്ലേ വേൾഡ് ക്ലാസ് 3 ആക്കാം. നോക്കാം. ഫസ്റ്റത്തെ കളി തന്നെ മിക്കവാറും പറയാൻ പറ്റും. അത്യാവശ്യം നല്ല ഞാൻ ഓർത്ത് മറ്റേ ചാൻസാണ്. മൈ ചാൻസ് മൊത്തം ചാൻസ് കേസ്.
ഇത്തിരിയേ പച്ച സാധനമുള്ളൂ. അതേ ഞാൻ അവന്മാരെ നൂബെന്ന് പറഞ്ഞ കളിയാക്കണല്ലോ. ഞാനും ഒരു പ്രാവശ്യം ഒരു നാള് ഞാൻ ഇങ്ങനെയായിരുന്നു ഗൈസ്. എന്താ പറയുക, ആരും നമ്മൾ കളിയാക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു നാൾ നമ്മൾ ഇങ്ങനെയായിരുന്നു. സീൻ ഗോള് ഗൈസ്, സീൻ ഗോള് എന്നുവെച്ചാൽ ഈ നമ്മൾ ഇപ്പോൾ മറ്റേ RK റെഡ്ഡി CFC ഒക്കെ തുടങ്ങുമ്പോഴൊക്കെ 116 115 അല്ലല്ലോ RK റെഡ്ഡിയും CFC ഒന്നും തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന ഈ ബ്രോയും മിക്കവാറും ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഈ 110 ആവും. പിന്നെ ഈ RK റെഡ്ഡിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 116 ആയത്. പിന്നെ അവർ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ 116 ആവില്ലല്ലോ. നമ്മൾ ഓരോ ഇവൻ്റ് വരുമ്പോൾ അതിൻ്റെ പാക്കൊക്കെ നന്നായിട്ട് തുറക്കണം. അത് പിന്നെ ഞാൻ അങ്ങനെ ട്രിക്കൊന്നും ഉപയോഗിക്കണില്ല ഗൈസ്. എനിക്കറിയില്ല എന്താ ട്രിക്കെന്നൊന്നും. ഇതിൽ നല്ല പ്ലേയേഴ്സിനെ കിട്ടാൻ മറ്റേ പെസ്സിലാണെങ്കിൽ എനിക്ക് അറിയാം. അത് ആണോന്നറിയില്ല. മറ്റേ ഒരു പ്ലെയറിന് ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം തൊട്ടിട്ട് മറ്റേ പാക്ക് ഓപ്പൺ ചെയ്യണം. അതാണെന്ന് തോന്നുന്നു. സാധാരണ മല്ലു പെസ് മാസ്റ്ററും ഒരു സീൻ ബൈസൈക്കിൾ അടിച്ചിട്ടുണ്ട് ഹാൻഡ്. ബൈസൈക്കിളാണോന്നൊക്കെ എനിക്കറിയില്ല, ബൈസൈക്കിളാണോ. നമ്മൾ 31 റീച്ച്ഡ് ഗൈസ്, ലെവൽ റീച്ച്. ഇവിടെ എന്തുവാടേ, ആകെ 200 ജംസ് തന്നെ ഉള്ളൂ. എന്നാ കഷ്ടമാണ്. ഒരു 2000 ജംസ് തരാൻ പാടില്ലേ 31 ലെവലൊക്കെ ആയിട്ട്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണോ. അത്യാവശ്യം 109 108 ഉള്ള പ്ലെയറാന്ന് തോന്നുന്നു. അതോ 107 ആ റേഞ്ചിലുള്ള പ്ലെയറാന്ന് തോന്നുന്നു. നോക്കാം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 109 എൻ്റെ പണ്ടത്തെ ഗോളി ഗൈസ് മാർട്ടീനസ് വലിയ സേവ് ഒന്നും ചെയ്യൂല. എന്നുവെച്ചാൽ ചെയ്യൂല എന്നല്ല, ചെയ്യും. എന്നാലും ഭയങ്കര അങ്ങനെ ഒന്നും സേവ് ചെയ്യൂല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് അടിക്കണേ സേവ് ചെയ്യും. ഞാൻ മൂജി ഗൈസ്. നീ അതിൻ്റെ ഇടയ്ക്ക് ഗോൾ അടിക്കണോടാ. നീ ഗോൾ അടിക്കണം. നീ മിക്കവാറും അവന്മാർ ജയിക്കുന്ന ഇത് എൻ്റെ കളി കണ്ടിട്ട് വേണം. എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും എൻ്റെ കളി. നേരത്തെ കളിയിൽ എനിക്ക് മൂഡില്ല, പക്ഷേ മൂഡുണ്ടായിരുന്നു. ഈ കളിയിൽ മിക്കവാറും മൂഡുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവർ വലിയ ടീം എന്നുവെച്ചാൽ വലിയ ടീമൊന്നുമില്ല. എനിക്ക് ഒരു ഇത് തോന്നണ്ട വയസ്സ്. ഞാൻ പറയാ 18 മിനിറ്റായാ എൻ്റെ പൊന്നെ. ഈ സെറ്റാക്കും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഗൈസ്. വീഡിയോ അതിൻ്റെ ഒപ്പം ആക്കാം. നമുക്ക് കംബാക്ക് അടിക്കാൻ പറ്റുമോ? ഇത്രയും ഇങ്ങനെ അടിക്കണേ? ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല ബ്രോ കാണണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല. ഞാനെങ്ങനെ അടിക്കും ബ്രോ? പിന്നെ 110 OVR ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല ഗൈസ്. കണ്ടോ, എൻ്റെ പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കല്ല. അവന്മാർ ജയിക്കും. എടാ അതെന്നടാ അങ്ങനെ അടിച്ച ഹാൻഡ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് സ്റ്റാർ ഷീൽഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ സ്റ്റാർ കുഴപ്പമില്ല ഗൈസ്. അയ്യോ, ഒരു മാച്ചും കൂടി കളിക്കണോ? ഇപ്പം തന്നെ 20 മിനിറ്റ് ആവാറായി ഗൈസ്. അയ്യോ, പിന്നെ ഈ റാഗ്നറോക്ക് ഈ ഇവൻ്റ് അടിപൊളിയായിട്ടോ. നല്ല പാക്കൊക്കെ 130 അത്ര അത്യാവശ്യം ഇതായി. ഈ ബെക്കാൻ പവറിന് നോക്കിയേ. RK റെഡ്ഡിൻ്റെ ഈ ബെക്കാൻ പവറുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്.
ഈ പാക്ക് നോക്കി 105 to 111. വീക്ക് 2-ലൊക്കെ സീന. യാഷിൻ, ഗറിഞ്ച, ബ്ലാങ്ക്, പാൾമർ, വോളർ, മാഷാനോ, കാർവാഹൽ, ഗീസ്മാൻ, ഈ പ്ലെയർ എനിക്ക് വായിച്ചിട്ട് കിട്ടുള്ളൂ ഗൈസ്. അത്യാവശ്യം നല്ല ഇതുള്ളതാണ്. ഇത് സെർജിയോ ബുസ്കറ്റ്സോ അങ്ങനെ പിന്നെ മാനെ ഒക്കെയാണ് ഗൈസ്. അത്യാവശ്യം നല്ല കാർഡ്. പിന്നെ ഇതൊക്കെ വലിയ ഇതില്ല, എനിക്ക് താല്പര്യമില്ല ഇതൊന്നും കിട്ടുന്നു. പിന്നെ വലുതായിട്ട് പറയാനൊന്നുമില്ല ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന ഇവൻറ്റ്. പിന്നെ താഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാതെ. പിന്നെ മറ്റേ പുതിയ മറ്റേ ക്രൂസ്, ടോണി ക്രൂസ് ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതെല്ലാം ഇത് ഒരു 500 ഡിഫെൻഡിങ് ലെഗസി ഷാർഡും പിന്നെ 104-ൻ്റെ ഒരു ക്രൂസും 104-ൻ്റെ തന്നെ ഉണ്ടെന്ന് അവനറിയില്ല. 150 പ്ലസ് ഒരു ഓവറുള്ളൊരു പ്ലെയറിനെ കൊടുക്കണം. 2 എണ്ണം 108 പ്ലസ് ഓവറുള്ള ഒരു പ്ലെയർ. 3 എണ്ണം 107-ൻ്റെ ഒരു 3 പ്ലെയർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ലാഭമാണ്. ആ 3 പ്ലെയറൊക്കെ വേണമെങ്കിൽ നമുക്ക് ടീമിട്ട് ഓവർ കൂട്ടാൻ പാടില്ല. ഒരു പ്ലെയറിന് വേണ്ടി എന്തിനാ ഇത്രയും കൊടുക്കണമെന്ന് ഞാൻ എന്തായാലും ഇങ്ങനെ പോവില്ല. ഭയങ്കര അത്യാവശ്യമാണ് ഞാൻ എല്ലാം പോയിരിക്കും. അതെ കോള് ഇതിനിപ്പോൾ വലിയ ടീം വേണ്ടോ. 200 ഷാഡോ ഉള്ളു. പിന്നെ 108-ൻ്റെ ഒരു 3 പ്ലെയർ വേണമെങ്കിൽ ഈ ക്രൂസിനേക്കാളും നന്നായിട്ട് വേണമെങ്കിൽ ഈ കോളിനെ എടുക്കാൻ വേണമെങ്കിൽ. എന്നാലും ഈ കോള് അത് വലിയ ഇതില്ലെന്നാണ് തോന്നുന്നത്. വലിയ ഇത് കളിയില്ലെന്നാണ് തോന്നുന്നത് ഡിഫൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഞാൻ വീഡിയോ ഇടാൻ നോക്കാം ഗൈസ്. നന്ദി, ബൈ.